ഒറ്റ സൂക്ഷിച്ച് നോക്കൂ കുഞ്ഞ്, എന്താ കിട്ടണ്ടേ? ആകെടാ കോഴിവാല് പോലെ ഉള്ളൂ. ആ ശരി ശരി ശരി. അവനെ പേര് നോക്കി സൗണ്ട് തരാ. നിർത്തിയില്ല. കുട്ടി കണ്ട പേര് പേര് നോക്കി തരാറുണ്ട്. പകുതി മുടി അവൻ തന്നെ പറിച്ചെടുക്കുന്ന തോന്നുന്നു കേട്ടോ. പിന്നെ പേനെടുക്കാൻ സുഖമാണ് കുഞ്ഞ. പിന്നെ പേനോടെ വേഗം കാണാം. രണ്ട് തൊപ്പയുള്ള അതിൻ്റെ ഇടയിൽ പേനെടുക്കാൻ നല്ല സുഖമാകും. പിന്നെ ഒന്ന് ചിരിക്കിൻ്റെ അമ്മുട്ടിയെ. കണ്ണ് കിട്ടീന്നോ? എണ്ണ കിട്ടീന്ന്. എണ്ണ ആ ഓ എന്താ പോയി അമ്പോ. നമ്മളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. സമയം ഇത്ര ഈ 8 മണിയായില്ലേ? അപ്പോൾ 8 മണിയായിട്ടോ. അവിടെ ഇരിക്കുമ്പോഴല്ലേ അവിടെ ചൂട് എടുത്തിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂട് കണ്ടിട്ട് അങ്ങോട്ട് പോകും. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. ഇതിന്റെ ഇടയിലിരുന്നാ മതി. അങ്ങോട്ടും പോണ്ട അങ്ങോട്ടും പോണ്ട. ഓ ഈ അവിടെ കിടന്നോ? അതെ, ഞങ്ങള് 3 ആളോ. ഗൃഹനാഥൻ വരുന്നില്ലേ? ഗൃഹനാഥന് താഴെ കിടന്നോളാം. അതെ, ഈ താഴെ കിടന്നാൽ ഉറപ്പ് വരും. അപ്പ എന്താ ഇളം കാറ്റില് ടെറസിന്റെ മുകളിലേക്ക് ഏത് പട്ടി വരുന്നടി? നീ ടെറസിന്റെ മേലേക്ക് ഒന്നും വരുന്നില്ല. ഈ ഒരു കാര്യം ചെയ്യും, അവിടെ കേറിട്ട് 10 മിനിറ്റ് ഇരിക്ക്. കിടക്കല് പിന്നല്ലേ അവിടെ നല്ല സുഖല്ലേ? മുട്ടി ഞാൻ നമ്മൾ ഇരുന്നില്ലടി, ഒന്ന് ഇരിക്ക്. നല്ല സുഖല്ലേ അവിടെ രാത്രിയിൽ ഇരിക്കാന്? നല്ല കാറ്റ്, കാറ്റൊക്കെ നല്ല വിഷയം. അവിടെ ഇരിക്കേ. അടി പൊളിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് നീ അവിടെ കയറിട്ട് കാറ്റുണ്ട് വരും. മേലെ കാറ്റുണ്ടായിട്ട് എന്തായാലും ശരിക്കില്ലേ? കിടക്കണ കോൺക്രീറ്റിലല്ലേ, അതില് ചുട്ടു പുറത്തിരിക്കുമ്പോ അവിടെ എങ്ങനെ കിടക്കണ? അത് ശരിയാണ്. വേവും പറയാ. മഴയുള്ള ഒരു ദിവസം നല്ല പെരുമഴക്കാലത്ത് കയറി കിടക്കാം അവിടെ. പെരുമഴക്കാലത്ത് അപ്പൊ നല്ല തണുപ്പായിരിക്കും. എന്താ കണ്ടാ പറയുന്നത്? ഒക്ടോബർ ഡിസംബർ ഒക്കെ ആകുമ്പോ കടന്നാ മതിന്ന്. തണുപ്പ് സമയല്ല, അപ്പൊ കടന്നോളൂ. അമ്മുട്ടിയെ എന്താ അമ്മൂന് ഇവിടെ പിന്നല്ലേ സ്കൂള് തുറക്കുക പറഞ്ഞു കഴിഞ്ഞാലും നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ മെയ്യിലൊക്കെ ഇവർക്ക് ക്ലാസ് തുടങ്ങേണ്ടതാണ്. അതൊക്കെ മെയ്യിൽ തുടങ്ങില്ലേ? അതെ. നമ്മളൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നു. അതെ. അച്ചുവിന് തുറക്കേ. അച്ചുവിന് നേരത്തെ തുറക്കും. അച്ചുല്ലേ ഈ സമയമായപ്പോ അവരിതാ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. രണ്ടാളും ഇപ്പൊ റോട്ടിലാണ്. ഒരു 12 മണി കഴിഞ്ഞാൽ റോട്ട് കൂടെ ആരും എനിക്കിപ്പോ പേടിയവാണ്. കാരണം എന്താണെന്നറിയോ? പാമ്പ് വരും. നല്ല ചൂടല്ലേ ഇവിടെയൊക്കെ. അപ്പൊ പാമ്പുകൾ പാമ്പ് അവിടെ കയറി ഇവിടെ കയറി അവരെ കടിച്ച് ഇവരെ കടിച്ചു വാർത്ത. ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, ബേക്കിൽ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഇത് കൂടെ കൊണ്ടുവന്ന് വെച്ചൊക്കെയാണ്. പപ്പൂനെ കടത്തുന്നതിൻ്റെ കൂടെ ഫുള്ള് പാത്രങ്ങൾ കൊണ്ടുവന്ന് വെച്ചൊക്കെ പേടിച്ചിട്ട്. കാരണം ഈ തണുപ്പില് പാത്രത്തിന്റെ ഇടയിൽ മറ്റും പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അറിയാലേട്ടാ? മറ്റേ നമ്മൾ നോക്കില്ലേ അതിന്റെ അപ്പുറത്തുള്ള ബക്കറ്റുകളിലൊക്കെ. എന്താ സുഖം ചിന്തിച്ചിരിക്കുന്നത്? പേടിക്കണം. ഇനി എവിടെ പാമ്പ് കിടക്കുന്ന ആലോചിക്കുക. അങ്ങോട്ട് പോകണ്ടല്ലോ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പാമ്പൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് വൃത്തിയാക്കിക്കോളും. അപ്പൊ അത് മാത്രല്ല, ഇവിടെ നമ്മുടെ അച്ഛൻ മരണപ്പെട്ട സമയത്തേ അല്ലേ, ഇവിടെ അച്ഛൻ മരണപ്പെട്ട് 15 കഴിഞ്ഞിട്ടല്ലേ ഒരു പട്ടി സുഗന്യയുടെ റൂമിന്റെ ഉള്ളിലാണ്ട് കിടന്നില്ലേ? തലയിൽ ആരോ വെട്ടിയിട്ടേ. അത് ഈ ഇങ്ങനെ വെയിലുള്ള സമയല്ലേ, മഴയും വെയിലൊക്കെ ആയിരുന്നില്ലേ അന്ന്. തലയിൽ ആരോ വെട്ടിയിരിക്കുക കേട്ടോ. അതിനെ വെട്ടിയിട്ട് ഈ തലയിലല്ലേ അതിന്റെ മുറി ഉണങ്ങാണ്ടേ അങ്ങനെ പഴുത്ത് നാറി പൊഴുത്തത് കേട്ടോ. ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ട് അന്ന് ഇത് കഴിഞ്ഞ് 16 റൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അത് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ പറഞ്ഞിട്ട് ഇറച്ചിയുണ്ട്, മോരുക്കൂട്ടാനും കാര്യങ്ങളൊക്കെ. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സ്മെല്ല്. എന്താണ് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്മെല്ല് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഒരു പുഴുത്തം വേണം. എങ്ങനെ നോക്കിയിട്ടും അറിയില്ല. ചോറുണ്ണാനാണ് വെച്ചാൽ പറ്റണമില്ല.
പിന്നെ ഒക്കെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ അങ്ങോട്ട് നോക്കുമ്പോ സുകന്യയുടെ കട്ടിലിന്റെ അടിയിൽ സുഖമായി കിടക്കണം. സുകന്യ വിളിച്ചു കയറ്റിയതന്നെ പാവം ഇവിടെ കിടന്ന ആ സുകന്യ അതല്ല സുകന്യ അതിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇത്രയും വൃത്തികെട്ട നാറ്റുണ്ടായിട്ട് സുകന്യ അറിയേണ്ട കിടക്കണില്ല. സുകന്യ വിചാരിച്ചു ഞാൻ വെച്ച് ഇവിടെ എന്തെങ്കിലും കെട്ട വല്ല ഉണ്ടാക്കിട്ട് അതിന്റെ കെട്ടവാനായിരിക്കും. എന്നിട്ട് അവിടെ പോയി കടന്നു കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ നാറ്റാണ് പറഞ്ഞിട്ട് നീ അവിടെ പോയിട്ട് കിടന്നു പട്ടറമേലേ. ആ അവിടെ അതിന്റെ മുകളിൽ തന്നെ നിന്നോ പറഞ്ഞു. എന്താ അതിന്റെ അവിടെ തന്നെ നിന്നോ പറഞ്ഞു. എന്നിട്ട് ഈ പട്ടിയില്ലേ എന്ത് ചെയ്തിട്ടും അത് അതിന്റെ കട്ടിലിന്റെ അടിയിൽ വരുന്നില്ലേ, എന്തെന്ത് ചെയ്തിട്ടും വരുന്നില്ല. ലാസ്റ്റ് എന്തൊക്കെ വെള്ളം അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് പട്ടത്തണ്ട് ഇട്ട് കുത്തിയപ്പോ അത് എന്താ പേടിയാവാൻ തുടങ്ങിട്ടോ. അത് മറ്റേ കടിക്കുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ആക്കിയപ്പോ അത് വേഗം സൂറിട്ട് ഇത് കൂടെ ഇങ്ങോട്ട് പോയി. എന്നിട്ട് അതിന്റെ മണം പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് എത്ര കെതിവിട്ടേക്കണമെന്നറിയാം. പെനോയിൽ ഒഴിച്ച് കഴുകി എന്താ വാതിലും ജനലും ഫുള്ളും തുറന്നിട്ട് എന്നിട്ടും പോവാണ്ട് സ്പ്രേ അടിച്ച് എന്നിട്ടാണ് ഞങ്ങൾക്കൊന്ന് സമാധാനം അയക്കണത്. അപ്പൊ അങ്ങനെ ഉണ്ടാവും സുകന്യ, ശ്രദ്ധിച്ചോ. അന്ന് പട്ടി വരെ കേറി, പിന്നെ പാമ്പ് കയറാൻ എന്താ പാട്. പൂച്ചയൊക്കെ ദിവസം 4 പ്രാവശ്യം കയറുന്നുണ്ട്. പൂച്ച കയറുമ്പോഴാണ് സുകന്യ വരുമ്പോ തൈലം തേച്ചടി ഡോക്ടറെ കാണണം സുകന്യ. ഞാൻ തേച്ചുതരാം. ഡോക്ടറെ കാണിക്കണോ? ഡോക്ടറെ കാണിക്കണോ? എന്താ പണി ഇതൊന്ന് നോക്കട്ടെ. ബാമ തൈലം തേച്ച് തരാം. ഇന്നൊന്ന് വെറുതെ വിടോ. ഇങ്ങനെയൊന്നല്ല, നന്നായി ഒഴിയണം. എന്നിട്ട് വേണം അവള് തൊള്ളട്ടിട്ട് അടുത്തുള്ള വത്സലടുത്ത് എന്താണാവോ പറഞ്ഞിട്ട് വരാനില്ലമ്മോ. എടി പെണ്ണത് ഒഴിയട്ടെ, എടി ഒഴിയട്ടേന്ന്. എടി കാലുവേദന മാറണമെങ്കിൽ മതി. നാളെ ഇതൊന്നും ആയിരിക്കില്ല, നല്ല രസമായിരിക്കും. പിന്നെ ഞാൻ വൈദ്യരാണ്. ഇത് കോട്ടയ്ക്കലത്തെ മരുന്നാണ് കേട്ടോ, മുട്ടിക്കുളങ്ങര. കോട്ടയ്ക്കലത്തെ മരുന്ന് മുട്ടിക്കുളങ്ങര, കോട്ടയ്ക്കലല്ല മുട്ടിക്കുളങ്ങരത്തെ മരുന്നാണ് കേട്ടോ അത്. ഇത് മരുന്നായി പോയി. ഇവിടെ അല്ലേ ഉഴിച്ചിലൊക്കെ നടത്താറുണ്ട് ഞങ്ങള്. ഞാനല്ല കേട്ടോ, അനിയനെ ഇടുപ്പുവേന വന്നിട്ട് എടി ഇതൊന്നുമില്ലേ, ചെറിയൊരു ഒഴുക്ക് വന്നപ്പോഴേക്കാ സുഖം ഇങ്ങനെയൊക്കെ. ഞാൻ ഉഴിഞ്ഞും കൂടി നിന്റെ കാലും കൂടി കളർ വന്നു. അത് നീ ഒന്ന് ആലോചിച്ചൊക്കെ. ചളിയൊക്കെ പോയോ? കാലത്ത് ചളിയൊക്കെ പോയോ? എന്തോ കാട്ടിന് നിന്റെ അമ്മയാണ് വൈരാഗ്യം തീർക്കണ്ട. വേദനിക്കണ്ട അവിടെ, തമാശ കളിക്കുമ്പോഴില്ല. കാല് തറമ്പിക്കഴിഞ്ഞ് വേദന ഉണ്ടാവും. തായോ നീര് വന്നിട്ട് സുവിന്? നീരുണ്ടേ എവിടെ? അവള് കാല് മൊത്തം ബന്ധം അതുകൊണ്ട് നീരിനൊക്കെ അറിയ കൂടിയില്ല. അവിടെ എന്റെ കാല് ചെളുക്കനുള്ള കാലാണ് പറയാ അമ്മ. ഇവളുടെ കാല് പൊതുക്കനുള്ള കാല. ഇതിൽ അമ്മൂന്റെ കാലാണ് ശരിക്ക് അനിയേട്ടന്റെ കാല് പോലത്തെ കാല്. കാണാൻ കിട്ടാത്തൊരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരികയാണ്. കണ്ടോ? നീലപ്പാനി, ശംഖുപുഷ്പത്തിന്റെ വെള്ളം. ആരെങ്കിലും അതാണ് പറഞ്ഞിട്ട് കുടിക്കരുത് കേട്ടോ. കിച്ച് ജ്യൂസാണ് പറഞ്ഞിട്ട് ഇത് കുടിച്ച പോലെ നിങ്ങൾ ആരും കുടിക്കരുത് കേട്ടോ. ഇത് മണ്ണെണ്ണ കേട്ടോ. കുറേ ആയിട്ട് നമുക്ക് മണ്ണെണ്ണ കിട്ടാറില്ല. അപ്പോൾ അമ്മ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ മണ്ണെണ്ണ. കണ്ടില്ലേ, 1 ലിറ്റർ ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ 1 ലിറ്ററിൻ്റെ കുപ്പിയതേ, ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പോൾ ഇത് ഇമ്മളാണോ പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, വിളക്കിൽ ഒഴിച്ച് വെക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത്. അമ്മ അടുപ്പിലൊന്നും ഒഴിക്കാനേ അയക്കില്ല കേട്ടോ. അടുപ്പിലൊക്കെ നിങ്ങൾക്ക് 4 ഒഴിക്കല് തികയില്ല. ഇത് അമ്മ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി എന്നറിയേട്ടാ? ഏട്ടാ, ഇത് അമ്മ കൊണ്ടുവന്നിട്ട്
അതിന്റെ മുമ്പേ അമ്മ വരുമ്പോ കൊണ്ടുവന്നതാ. അപ്പൊ അതന്നെ പറഞ്ഞത് അടുപ്പിലേക്ക് വെച്ച് 4 പ്രാവശ്യം ഒഴിക്കല്ലോ. ഒരു മാസമല്ല 1.5 മാസമായിട്ടോ ഈ മണ്ണെണ്ണ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വിളക്കിൽ മാത്രം കുറച്ച് ഒഴിച്ചിട്ട് ബാക്കിയുള്ള തീ പിടിപ്പിക്കാൻ വേണ്ടി വിളക്കിൽ വെക്കണ്ടേ. ആദ്യമൊക്കെ ഞാൻ ഒഴിച്ചിരുന്നു കേട്ടോ. മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കത്തിക്കുമ്പോൾ ചീത്ത അറിയായിരുന്നു, അങ്ങനെ ഒഴിക്കാൻ പാടില്ല, അടുപ്പിൽ മണ്ണെണ്ണ ഒഴിക്കരുത് എന്ന്. പിന്നെ അതെന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എന്താ പെട്ടെന്ന് കത്തി കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കത്തിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ വലിയ കൊള്ളികളൊക്കെ ആകുമ്പോഴല്ലേ കത്താൻ ബുദ്ധിമുട്ടാവുമ്പോൾ തുള്ളി ഒഴിക്കും. അപ്പോൾ ഈ മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിചാരം എന്താ പറയുക, സ്മെല്ല് വരില്ലാന്ന്. അച്ഛൻ ഇവിടെ അകത്ത് കിടക്കുമ്പോൾ അച്ഛൻ ചോദിക്കും അടുപ്പിൽ മണ്ണെണ്ണ ഒഴിച്ചൂലേ, നന്നായി പറയും. അപ്പം പിന്നെ പട്ടയും കൊണ്ട് പട്ട വെട്ടി. അപ്പം അച്ഛൻ പറയും പട്ട വെട്ടി വെക്കാനുള്ള മടിയും കൊണ്ടല്ലേ മണ്ണെണ്ണ ഒഴിക്കുന്നത് പറയും. പിന്നെ പട്ട വെട്ടി വെക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓലക്കൊടി പട്ട എന്നൊക്കെ പറയില്ലേ, അത് കെട്ടിയിട്ട് കണ്ടോ ഇങ്ങനെ വെച്ചേക്കണേ. അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ വേഗം തീ കത്തി കിട്ടും. ഇത് നന്നായിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ അമ്മൂൻ്റെ ധാവണിയുടെ ആണ് കേട്ടോ. അപ്പം ഞാൻ ഗുരുവായൂർക്ക് പോകണമെന്ന് ഞങ്ങൾ കുറേ ഈ ഗുരുവായൂർക്ക് പോകണം പറയണു. അപ്പം ഞാൻ ഒരു സെറ്റ് സാരിയും കൊണ്ട് അടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പം അടിക്കുമ്പോൾ ഇതിൻ്റെ അതിന് ഷാൾ ഇത് മതിയല്ലോ അല്ലേ. എന്താ സെറ്റ് സാരി കൊണ്ട് അടിക്കുന്നത്? സെറ്റ് സാരിയോ? പാവാടയും ബ്ലൗസും. പാവാടയും ബ്ലൗസ് ഇട്ട് പോകാൻ നിൽക്കണം. എന്താണ് പാവാടയും ബ്ലൗസ് ഇട്ട് പോയാ? ഞങ്ങൾ 3 ആളും, ഞങ്ങളെ 4 പേര് നോക്ക് ഗുരുവായൂർക്ക് പോകുമ്പോ എന്താ ഇത് പട്ട് പാവാടയും ബ്ലൗസാണ് അമ്പലത്തിൽ പോകുമ്പോഴേ കുട്ടികളെ. നിങ്ങള് ബഗ്ഗിയോ എന്തായാലും പറയാ, അതൊക്കെ ഇട്ടുകൊണ്ട് പോയാ മതി. ഗുരുവായൂർക്കല്ലേ പോണ്? ഗുരുവായൂർക്ക് പോകുമ്പോ ഗുരുവായൂർക്ക് പോകേണ്ട രീതിക്ക് പോകണം. അതാ എന്താ ഒരു നായല്ലേ ഇത്. ഇതൊക്കെ നോക്ക്. വേണ്ട അത് സാരല്ല, നമുക്ക് വേറെ അതിന്റെ എന്താ ബട്ടൺസ് ഞാൻ വെച്ചുതരാം. അത് ബാക്ക് എന്താണ്ടോ ഇത് അമ്മൂന് ഷെയ്പ്പാക്കുകയും ചെയ്യണം. ഇത് 100 രൂപയുടെ ടോപ്പാണ് കേട്ടോ. ഈ ടോപ്പ് നല്ല ഭംഗിയില്ലേ ഇത് കാണാന്, കണ്ടോ? ഇത് എന്താ അമ്മ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്താണ്. അപ്പം അത് ഷെയ്പ്പാക്കാൻ കൊടുക്കാൻ ഇത് ഇവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് തുണികളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയോ, ഇവിടെ വന്നിട്ട് അങ്ങോട്ടും കൊത്തിമറിയും, കുറേ തുണികൾ ഇങ്ങോട്ടും കുത്തിമറിയും അല്ലേ. അമ്മോ ഇത് വേണ്ടേ? എങ്ങനെയുണ്ട്? ഇഷ്ടായില്ല? അതിന് നാളെ ഇത് കൊണ്ട് ഷെയ്പ്പാക്കി കിട്ടും സൂന്യെ. ഇനി നമ്മക്കില്ലേ എടുക്കുമ്പോൾ 2 ആൾക്ക് ഒരേപോലത്തെ എടുത്തായിട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, ഞങ്ങൾ 2 പേർക്ക് ഒരേപോലത്തെ എടുക്കാത്തത് മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് സുകന്യ അനിയൻ്റെ കുട്ടിയുടെ 56-ന് ഇടും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടിച്ച് മാറ്റും. കൈ മാത്രമേ ഇതാക്കണ്ടുള്ളൂ. കണ്ടോ, എനിക്കൊന്നും ചെയ്യണ്ട, അവൾക്കൊന്നും ചെയ്യൊന്നും വേണ്ട. പക്ഷെ അവളുടെ കൈ ഇത്രയല്ലേ, അപ്പോൾ കൈ ഇത്രയേക്കും ഞങ്ങൾ. കൈ ഇങ്ങനെ 2 പേരും. അപ്പോൾ അവൾക്ക് കൈ ഇത് അത്രയ്ക്കും വരും, എനിക്ക് കൈ ഇത്രയാവും. അപ്പോൾ ഇടാനും നല്ല സുഖമാണ് കേട്ടോ. എന്താ നോക്കി നോക്ക്. പെണ്ണായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പെണ്ണല്ല, പെണ്ണാത്രേ. എന്തിനാണാവോ അങ്കലവാടിയില് പെണ്ണേ വിളിക്കും നമ്മളെ. എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചാൽ വിളിക്കണ പേരാ പെണ്ണേ കിട്ടൂട്ടോ. അപ്പൊ ഇന്ന് ക്യാമറമാൻ ഞാനാണ് കേട്ടോ അല്ലേ. എല്ലാവരും കഴിക്കുക കേട്ടോ. ഫാന് വേണോ? ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ടാണ്. അപ്പൊ ഇന്നില്ലേ എന്താ ഇന്നില്ലേ എനിക്ക് പൊറോട്ട വേണമെന്ന് കുറേ ദിവസമായിട്ട് പറയണു. അപ്പം ഇന്ന് പൊറോട്ട വാങ്ങിയതാണ്. എങ്ങനെയുണ്ട് സോനിയ? രസമുണ്ടോ? 2 ആള് കുറവാണ് കേട്ടോ. അനിയരോ കുഞ്ഞു മേലെഴുകയാണ്. അപ്പോൾ അവന് ഞാനും ഒപ്പം ഇരിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ഏട്ടാ? ഏട്ടൻ കഴിക്കണ ചോറാട്ടോ. ഏട്ടൻ ചോറാണ്. രസുണ്ട പൊന്നെ. ചീർപ്പ് വേണോ? ചീർപ്പ് അപ്പോ കഴിക്കട്ടെ കേട്ടോ. നമ്മൾ കുറേ ആയി ഇപ്പൊ ഈ ഗ്യാസിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൊറോട്ട വാങ്ങാറേ ഇല്ല കേട്ടോ. നമ്മൾ പോകുമ്പോഴൊന്നും പൊറോട്ട കിട്ടാറില്ല അല്ലേട്ടാ. കിട്ടാറുമില്ല. എന്താ പൊന്നോ ചേച്ചീനെ പോടി വിളിക്കണേ? ചേച്ചിയല്ലേ പൊന്നുന്റെ?
ഓ എന്താ അതിൻ്റെ തൊണ്ട്. അപ്പോൾ നമ്മളേ നീ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാട്ടോ. അപ്പം എല്ലാവരും കഴിക്കട്ടെ. പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് വേണം നമുക്ക് കിടക്കാൻ. അയ്യോ ഇപ്പല്ലേ കിടക്കണതിൻ്റെ മുമ്പേ നമ്മൾ മേലെഴുകുക. ചിലപ്പോൾ പറയില്ലേ തല കുളിക്കാൻ പാടില്ല എന്നല്ല അറിയാം, മേലെഴുകാൻ പാടുമല്ലോ അല്ലേട്ടാ. തലനിക്കില്ല, കഴിച്ച് കഴിഞ്ഞിട്ട് പറ്റില്ല അറിയില്ലേ. ഇത് നമ്മൾ നേരത്തെ കഴിച്ചോട്ടെന്ന് കുറച്ച് നേരം ഇനി അതിനെ നടക്കണം. കുറേ കൂടുമ്പോഴേ നമുക്കിങ്ങനെ പൊറോട്ട കഴിക്കാൻ തോന്നിട്ടോ. അതെന്താണെന്നറിയില്ല, അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അത് കഴിക്കണം തോന്നും. എൻ്റെ പോലെ ആരെങ്കിലൊക്കെ ഉണ്ടാവും ചേട്ടാ? ആരും ഉണ്ടാവില്ല. ഞാൻ ആകെ വേണമെന്ന് പറയുന്നൊരു സാധനമാണ് കേട്ടോ പൊറോട്ട പറയും. അതേപോലെ കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പറയുന്നതാണ് ചേട്ടാ ഒരു ബിരിയാണിയിലോ ഒരു ബിരിയാണി വേണം പറയും. അത് എത്രയേ കഴിയുമ്പോൾ അധികം നമ്മളിവിടെ ഉണ്ടാക്കിയല്ലേ ചെയ്യുക. അപ്പോൾ 6 മാസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ പറയുള്ളൂ. കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയും വീട്ടിലുണ്ടാക്കി കൊടുത്താൽ മതി, കടയത്തേക്കാട്ടിലും നല്ലതാണ് വീട്ടിൽ. പക്ഷേ ഒരു പ്രാവശ്യം ഞാനും ഏട്ടനൊക്കെ പൊറോട്ട ഉണ്ടാക്കാൻ അവിടെ വെച്ച് പോനെ പൊറോട്ട ഉണ്ടാക്കാൻ നോക്കിയിട്ട് പാളിപ്പോയില്ലേ. ഇനി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഇനി പെങ്ങളൊക്കെ വരട്ടെ. അതല്ലെങ്കിൽ ആ മൈദ എണ്ണ കുടിച്ചിട്ടേ അത് ഉണ്ടാക്കാൻ അറിയാൻ വേണം പറയാം. പെങ്ങള് വന്നു കഴിഞ്ഞാൽ പെങ്ങളുടെ നാത്തൂനുണ്ടാക്കിയിട്ട് അവൾക്കറിയാം. അപ്പോൾ അവൾ വരുമ്പോൾ ഒന്ന് നോക്കണം പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ. ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, നമുക്ക് വെള്ളം വന്നത്, വെള്ളം കിട്ടിയത് കേട്ടോ. അത് വലിയൊരു ഭാഗ്യം. അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ദൈവത്തിൻ്റെ ഒരു നാളെയും കൂടി കിണറ്റിലുണ്ടാവും. നാളെയും കൂടി ഉണ്ടാവുള്ളൂ നമ്മുടെ കിണറ്റിൽ വെള്ളം നല്ല ബുദ്ധിമുട്ടായേനെ. അപ്പം എന്തോ ദൈവം കാത്തതാണ് നമ്മളെ ആ സമയമായപ്പോഴേക്കും. പിന്നെ നമ്മൾ ഒരു ഇത് പറയില്ലേ, ഈ ചില ആൾക്കാർക്ക് ഓരോ ബുദ്ധിമുട്ട് പറഞ്ഞ പോലെ കടം കള്ളിയാണെന്ന് വെച്ചാലും കിണറടിച്ചതും കൊണ്ട് നമുക്ക് എത്ര ഒരു സുഖമായി എന്നറിയോ. 2 ചായ വെച്ചതുണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ പ്ലേറ്റില്ലേ വലിയ പ്ലേറ്റാണ്, പക്ഷെ നമുക്ക് ഊണ് കഴിക്കാൻ പാകമാണ് കേട്ടോ. ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഒപ്പിട്ടിട്ട് കഴിക്കാൻ നല്ല സുഖമാണ്. നമ്മളൊരു ഇത് കൂടെയൊക്കെ ഇങ്ങനെ റാക്കുകൾ വെച്ചതുകൊണ്ടേ പാത്രം വെക്കാനൊരു സ്റ്റാൻഡ് വാങ്ങിയിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യമേ ഉള്ളൂ ഒരു സ്റ്റാൻഡ് വാങ്ങണം. എവിടെയാണ് വെക്കുക? നമ്മുടെ ആ ഭാഗത്ത് നമുക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ, അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. ചെയ്ത് കഴിഞ്ഞാലാണ് അപ്പോൾ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടേ. എന്താണ് അവിടെ? ഓ അപ്പോൾ ഇവർ ഒരു 9:30-10 മണിയാവും കേട്ടോ. കിച്ചുട്ടൻ 4:15 4:30 4:45 ആകുമ്പോഴേക്കും അവൻ നീക്കും. ചിലപ്പോൾ 4:15 വിളിക്കാൻ തുടങ്ങിയാലാണ് നീക്കുള്ളൂ. മടി പിടിച്ചാൽ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പം എന്താണെന്നറിയില്ല, ദിവസം മടിയൊന്നുമില്ല. അവൻ 5 മണിയാകുമ്പോൾ ഞാൻ വിളിക്കും, ഒറ്റ വിളിക്കാൻ എണീറ്റ് വരും. ഒറ്റ വിളിക്ക്. മറ്റേത് ഭയങ്കര മടിയായിരുന്നു അല്ലേ, കുറച്ച് ദിവസം പോവാതിരുന്നപ്പോൾ. 5:05 ആകുമ്പോഴേക്കും ഇവിടുന്ന് വരണം. 5 മണിയാകുമ്പോഴേക്ക് കറക്റ്റ് അവൻ എണീക്കും. അപ്പോൾ തോന്നി അനിയന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പം ഞാൻ ഇനി ഇത്ര പണിയല്ലേ ഉള്ളൂ, അത് ഞാൻ ചെയ്യാറുണ്ടേ. ഇനിയിപ്പോൾ അവൾക്ക് അവിടെ പണിയില്ല, എല്ലാവരും ഇവിടുന്ന് കഴിച്ച് പോയില്ലേ. അപ്പം അത് കാരണം പണികൾ ഇല്ല, പണികൾ കഴിഞ്ഞു. ഇതൊക്കെ അങ്ങോട്ട് വെച്ച് ഇവിടേക്കൊന്ന് തുടച്ച് നമ്മുടെ പപ്പുട്ടന് വേസ്റ്റ് ചെയ്യുന്ന അങ്ങോട്ട് വയ്ക്കട്ടെ. പിന്നെതാ ഒറൊഴിച്ച് വെച്ചു കേട്ടോ. നാളേക്ക് നമുക്ക് തൈര് വേണ്ടേ, തൈരിന് വേണ്ടിയിട്ട് ഇതാ ഒറൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നല്ല കട്ടിയുള്ള തൈര് കിട്ടും. പിന്നെ ഇവിടെയൊക്കെ തുടച്ച് ഇവിടേക്കൊന്ന് അടിച്ച് വാരിയിട്ടിട്ട് കിടക്കാൻ നോക്കട്ടെ. അപ്പോൾ ലേട്ടാ നമ്മളെ നമ്മുടെ വൈകുന്നേരം ചില സമയത്ത് ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. അത് പണിയൊക്കെ നേരത്തെ ഒരുങ്ങി. ഇന്നെന്താ പറഞ്ഞാൽ വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചോറും വെക്കേണ്ടി വരും, രണ്ടാമത് ഉപ്പേരിയോ എന്തെങ്കിലും വെക്കേണ്ടി വരും. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമുക്ക് ബിരിക്ക കറിയൊക്കെ ഉള്ളത് കൊണ്ട്
ഞങ്ങൾ ഇനി കുറച്ച് നേരം നടക്കട്ടെ. അത് കൂടെ കണ്ടോ, നടക്കാൻ നല്ല സുഖമാണ്. നമ്മുടെ ഉമ്മറത്ത് കൂടെ നടക്കട്ടെ. ഇവിടേക്ക് ഒന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്യട്ടെ. കുട്ടികൾ പ്രേമൽ കാണാൻ നിൽക്കുക അത്രേ. അപ്പോൾ അവർ കാണട്ടെ കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷമൊക്കെ ഇട്ട് ഇത് ചില സമയത്ത് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇട്ടും അതേപോലെ പുറത്ത് പോകുന്ന വിശേഷങ്ങളൊക്കെ ഇട്ട് നമുക്ക് വീഡിയോ മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പറ്റിയാച്ചാൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലേ. നിങ്ങൾക്ക് എങ്ങനെ ഉള്ള ചലഞ്ചിങ് വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ചലഞ്ചിങ് വീഡിയോ പറയുമ്പോൾ നമുക്കൊരു ഐഡിയയും കിട്ടണില്ല. കൂട്ടുകാരിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ ചെയ്യാം. അതല്ലേ പറ്റുള്ളൂ. നടക്കണം.